നമസ്കാരം. രാഹുൽ മാങ്കൂട്ടത്തിനെ അറസ്റ്റ് ചെയ്ത ഉടൻ തന്നെ അദ്ദേഹത്തിന്റെ അമ്മ ജോത്സിനെ വിളിച്ചു വരുത്തിച്ചിരുന്നു. അതിൽ കൃത്യമായി കണ്ടിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിന് ജയിൽവാസമുണ്ട്. ആ ജയിൽവാസം കഴിഞ്ഞു വന്നാൽ അദ്ദേഹത്തിന് കുറച്ചു കാലം എല്ലാ കാര്യങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കേണ്ടി വരും. പിന്നീട് അദ്ദേഹം വെച്ചടി കയറും. കഴിഞ്ഞ ജീവിതത്തിലുണ്ടായ തെറ്റുകുറ്റങ്ങളെല്ലാം അദ്ദേഹം പരിഹരിച്ച് വലിയ പൊസിഷനിലേക്ക് പോകും. പഴയ രാഹുൽ മാങ്കൂട്ടമായിരിക്കില്ല പുതിയ മാങ്കൂട്ടം. അദ്ദേഹം കേരളത്തിലെ ഏറ്റവും ശക്തനായ നേതാവായി മാറും. നമ്മൾ രാഹുൽ മാങ്കൂട്ടത്തെ പഠിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ വളർച്ച പെട്ടെന്നായിരുന്നു. അദ്ദേഹം പാലക്കാട് തെരഞ്ഞെടുപ്പിൽ നിൽക്കാൻ പോലും സെലക്ട് ചെയ്തത് വളരെ വിചിത്രമായിട്ടായിരുന്നു. അവിടെ ഇലക്ഷൻ നിൽക്കാൻ ഉദ്ദേശിച്ചിരുന്നത് സരിനായിരുന്നു. എന്നാൽ സരിന് സീറ്റ് കിട്ടാതെ, സരിൻ നിന്നാൽ തോറ്റുപോകുന്ന കോൺഗ്രസ് നേതൃത്വം പഠിച്ചു. അതിനുശേഷം ഒറ്റപ്പാലത്ത് നിന്നിരുന്ന ഡോക്ടർ സരീനെ മാറ്റി രാഹുൽ മാങ്കൂട്ടത്തെ കൊണ്ടുവരുന്ന മുൻകൈ എടുത്ത് ഷാഫി പറമ്പിലായിരുന്നു. അങ്ങനെ രാഹുലിനെ കൊണ്ടുവന്നത് വലിയ ഞെട്ടലാണ് BJPക്ക് ഉണ്ടാക്കിയത്. കാരണം അവിടെ നടന്ന ഇലക്ഷനിൽ 19,000-ഓളം വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിനാണ് രാഹുൽ മാങ്കൂട്ടം അട്ടിമറി വിജയം നേടിയത്. ആ വിജയം നേടിയ പാലക്കാടിനെ ശരിക്ക് കോൺഗ്രസിൻ്റെ മണ്ഡലമാക്കി മാറ്റി എന്നുള്ളതാണ് സത്യം. ഈ കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ 19,000 വോട്ടിൻ്റെ ഭൂരിപക്ഷം മൊത്തത്തിൽ മുനിസിപ്പാലിറ്റിയിലും മറ്റ് പഞ്ചായത്തുകളിലുമായിട്ട് UDFനുണ്ട് എന്നുള്ളതാണ് പ്രത്യേകത. അതായത് ഒരു കാലഘട്ടത്തിൽ BJPയുടെ ശക്തി കേന്ദ്രമാക്കി വളർത്തിയത് ശോഭാ സുരേന്ദ്രനാണെങ്കിൽ ഇപ്പോൾ ആ ശോഭാ സുരേന്ദ്രൻ തട്ടിയെടുത്ത് രാഹുൽ മാങ്കൂട്ടമാണ്. അങ്ങനെയുള്ള രാഹുൽ മാങ്കൂട്ടത്തിന് പെട്ടെന്നാണ് ഈ കുറേ ലൈംഗിക ആരോപണ കഥകൾ പുറത്തു വന്നത്. അദ്ദേഹത്തിൻ്റെ 36-ാം വയസ്സിനുള്ളിൽ വന്ന ഏറ്റവും വലിയ ആരോപണം അത് തന്നെയാണ്. അദ്ദേഹത്തിൻ്റെ ജീവിതം തകർത്ത് തരിപ്പണമാക്കുന്ന കേസാണ് വന്നെങ്കിലും ആദ്യത്തെ കേസ് വന്നത് ഒരു വനിതാ ജേർണലിസ്റ്റിൻ്റെ പരാതിയാണ്. പ്രമുഖ ചാനലിൽ വർക്ക് ചെയ്യുന്ന വനിതാ ജേർണലിസ്റ്റ് പാലക്കാട് ഉള്ള ഒരു BJP നേതാവായ ഭർത്താവിനെ വഞ്ചിച്ചുകൊണ്ട് രാഹുൽ മാങ്കൂട്ടുമായി ബന്ധപ്പെടുകയും രാഹുൽ മാങ്കൂട്ടത്തെ പ്രണയിക്കാൻ തുടങ്ങുകയും അങ്ങനെ അവർ തമ്മിലുള്ള പ്രണയം മൂത്ത് കാമം മൂത്ത് അവസാനം ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുകയും പിന്നീട് ഗർഭിണിയാവുകയും ഒരു കുഞ്ഞ് വേണമെന്ന് രാഹുൽ മാങ്കൂട്ടം ആവശ്യപ്പെട്ടു എന്ന് പറഞ്ഞ ഒരു കഥയുണ്ടാവുകയും എല്ലാം ചെയ്തു. പക്ഷേ അവർ കൊടുത്ത പരാതി 2 കൊല്ലം കഴിഞ്ഞിട്ടാണ്. 2 കൊല്ലം കഴിഞ്ഞ് പരാതി കൊടുക്കുമ്പോഴേക്കും എൻ്റെ ഒരു പരാതിയുടെ വിലയില്ലാതെയായിരുന്നു. പിന്നീട് അവർ അയച്ച വാട്സപ്പ് ചാറ്റുകളും മറ്റും തന്നെ അവരുടെ പൂർണ്ണ സമ്മതത്തോടും താല്പര്യത്തോടും കൂടിയിട്ടാണ് അവർ തമ്മിൽ ശാരീരിക ബന്ധം പുലർത്തിയത് എന്നുള്ളത് തെളിഞ്ഞു. അവർ തിരുവനന്തപുരം സെഷൻസ് കോടതി ജാമ്യം നിഷേധിച്ചെങ്കിലും ഹൈക്കോടതി ആ കേസിൽ ജാമ്യം അറസ്റ്റ് തടഞ്ഞുകൊണ്ട് ഉത്തരവായി. രണ്ടാമത്തെ കേസായാലും വിചിത്രമായിരുന്നു. പോലീസിന് പരാതിയൊന്നും ഉണ്ടായിരുന്നില്ല. KPCC പ്രസിഡന്റിന് പരാതി കൊടുത്താണ്. രാഹുൽ മാങ്കൂട്ടം ഇങ്ങനെ ഒരു ക്യാരക്ടറാണെന്ന് പറഞ്ഞുകൊണ്ട് എന്നെ ബലാത്സംഗം ചെയ്തിട്ടുണ്ട്. എന്നാൽ KPCC എന്ത് ചെയ്തു? അത് നേരെ പോലീസിന് വിട്ടു. അത് അവരെ കയ്യിൽ നിന്ന് ഒഴിഞ്ഞ് തന്ത്രപരമായി ഒഴിഞ്ഞ് മാത്രമല്ല പോലീസ് നാളെ ഒരു അന്വേഷണം നടത്തി കഴിഞ്ഞാൽ അത് ക്ലിയറായി രാഹുൽ മാങ്കൂട്ടം രക്ഷപ്പെടണം, ആ കേസേ നിൽക്കില്ല എന്നറിയാം. അങ്ങനെ ആ കേസിൽ പോലീസ് നിർബന്ധപൂർവ്വം പൂങ്കുഴലി ബാംഗ്ലൂരിൽ പോയി പെൺകുട്ടിയെ കാണുകയും ആ പെൺകുട്ടിയിൽ മൊഴിയെടുക്കാൻ ശ്രമിക്കുമെങ്കിലും അവർ പറഞ്ഞു എനിക്ക് ഒരു പരാതിയുമില്ല, ഞാൻ പോലീസിന് പരാതി നൽകിയില്ല, 164 സ്റ്റേറ്റ്മെൻറ്റ് തരാൻ തയ്യാറല്ല, ഞാൻ കോടതിയിൽ ഒന്ന് മൊഴി കൊടുക്കാനും പറ്റില്ല, എനിക്ക് വേറെ പണിയുണ്ട്, നിങ്ങൾ വേറെ പണിക്ക് പോകിക്കോ, ഞാൻ പരാതി കൊടുത്ത KPCC പ്രസിഡന്റിനാണ്, അതിന് പരാതി കൊടുക്കാൻ കാരണം ഇങ്ങനെ ഒരു സംഭവം ഉണ്ടെന്ന് അറിയിച്ചതാണ്, അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ഭാവി തടയുക മാത്രമാണ് ലക്ഷ്യം. അതായത് സെക്ഷലി അവർക്ക് പീഡിപ്പിക്കപ്പെട്ടു, ബലാത്സംഗം ചെയ്തു എന്ന് പറയുന്ന കാര്യങ്ങളൊന്നും തന്നെ ഒരു വിലയും നിലയും അവർ കാണിച്ചിട്ടില്ല എന്നുള്ളതാണ് സത്യം. അവസാനം പോലീസ് വളരെ മോശമായി പിന്മാറേണ്ടി വന്നു. രണ്ടാമത്തെ കേസിൽ സെഷൻസ് കോടതി തന്നെ ജാമ്യം കൊടുത്തുകൊണ്ട് കുട്ടിയുടെ അറിവും സമ്മതത്തോടു കൂടിയിട്ടാണ് അവർ തമ്മിലുള്ള ബന്ധമുണ്ടായതെന്ന് കൃത്യമായി കോടതി വിധി പറഞ്ഞു. മൂന്നാമത്തെ കേസാണ് ഏറ്റവും വിചിത്രമായത്. ഇപ്പോൾ മൂന്നാമത്തെ കേസിൽ രണ്ട് കേസിൽ അദ്ദേഹത്തെ തൊടാൻ പറ്റിയില്ല. പോലീസ് കർണാടകയിലും തമിഴ്നാട്ടിലും കേരളത്തിലും ഒക്കെ ചുറ്റി എല്ലായിടത്തും പോയെങ്കിലും ഒരു സ്ഥലത്തൊന്നും അയാളെ തൊടാൻ പറ്റിയില്ല. അയാൾ വളരെ വിദഗ്ധമായി രക്ഷപ്പെടുകയാണ് ചെയ്തത്. ഇപ്പോൾ മൂന്നാമത്തെ കേസിലാണ് ഇപ്പോൾ പോലീസ് എന്ത് ചെയ്തു? പിണറായി വിജയൻ നേരിട്ട് ആ പെൺകുട്ടിയിൽ നിന്ന് ഒരു ഓഡിയോ വാങ്ങി രാത്രി 12 മണിക്ക് 12:30 വന്ന് പാലക്കാട് KPM ഹോട്ടലിൽ വെച്ചിട്ട് അദ്ദേഹത്തെ നിയമവിരുദ്ധമായി അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുമ്പോൾ പത്രക്കാരെങ്ങനെയാണ് മണത്തറിഞ്ഞ് അവിടെ എത്തി. പക്ഷെ അപ്പോഴൊക്കെ തന്നെ CCTV ദൃശ്യങ്ങൾ ഒക്കെ കാണുന്നത് അദ്ദേഹത്തെ എല്ലാ നിയമങ്ങളും ലംഘിച്ചാണ് അദ്ദേഹത്തെ അറസ്റ്റ് കൊണ്ടുപോയത്. പത്തനംതിട്ടയിൽ നിന്നാണ് പിന്നെ കാണുന്നത്. ശരിക്കും തിരുവനന്തപുരത്ത് കൊണ്ടുപോയി പിന്നീട് പത്തനംതിട്ടയിൽ കൊണ്ടുവരികയായിരുന്നു. പത്തനംതിട്ടയിൽ എത്തിയപ്പോൾ രാഹുൽ മാങ്കൂട്ടം ത്തിനോട് പത്രക്കാർ ചോദിച്ചപ്പോൾ പുഞ്ചിരിയോടുകൂടെ നേരിടുകയാണ് ചെയ്തത്. അദ്ദേഹത്തിന് ഒരു മറുപടി ഉണ്ടായിരുന്നില്ല. യഥാർത്ഥത്തിൽ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയ രീതി എല്ലാം ഇല്ലീഗലായിരുന്നു. അദ്ദേഹത്തോട് അറസ്റ്റ് CRPC പ്രകാരമുള്ള 41 പ്രകാരമുള്ള നോട്ടീസ് കൊടുക്കുകയോ 50 പ്രകാരമുള്ള അറസ്റ്റ് മെമ്മോ കൊടുക്കുകയോ അതായത് ഇൻസ്പെക്ഷൻ മെമ്മോ കൊടുക്കുകയോ ഒന്നും ചെയ്യാതെ ഇല്ലീഗലായിട്ട് അറസ്റ്റാണ് നടത്തിയത്. ആ അറസ്റ്റിൽ അവസാനം എന്തായി? രാഹുൽ മാങ്കൂട്ടം വളരെ
ഇപ്പോൾ 18 ദിവസം ജയിലിൽ കിടക്കേണ്ടി വന്നു. കാരണം അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ പോലീസിനൊരു പരിപാടിയുണ്ട്, അവർ എല്ലാം തന്നെ അവർ ചെയ്യാത്ത കാര്യങ്ങൾ ചെയ്തു എന്ന് വരുത്തി വയ്ക്കും. മജിസ്ട്രേറ്റ് കോടതി അതിന് അവർ രാഹുൽ മാങ്കൂട്ടത്തിനെ കസ്റ്റഡിയിൽ വിട്ടു. അതിന് ശേഷം ജാമ്യം നിഷേധിച്ചു. യഥാർത്ഥത്തിൽ കസ്റ്റഡിയിൽ വിട്ട് ജാമ്യം നിഷേധിക്കുന്നതിന് പകരം തന്നെ തുടക്കത്തിൽ തന്നെ ജാമ്യം കൊടുക്കാവുന്ന കേസ്. ഒന്നാമത് ഇല്ലീഗൽ അറസ്റ്റാണ്. ഇല്ലീഗലായി അറസ്റ്റ് ചെയ്താൽ ആ ഗ്രൗണ്ടിൽ തന്നെ എന്ത് ചെയ്യാം, ജാമ്യം കൊടുക്കാം. രണ്ടാമത്തത് പ്രഥമദൃഷ്ട്യാ തന്നെ ഈ കേസ് നിലനിൽക്കില്ല എന്നുള്ളതിന്റെ വ്യക്തമായ തെളിവുകൾ രാഹുൽ മാങ്കൂട്ടം ഹാജരാക്കിയിരുന്നു. ഹാജരാക്കിയ തെളിവുകൾ തന്നെ ധാരാളമായിരുന്നു. അതൊന്നും പരിശോധിക്കാൻ മജിസ്ട്രേറ്റ് കോടതി തയ്യാറായില്ല. മാത്രമല്ല സുപ്രീം കോടതിയുടെ സുപ്രധാന വിധി പുതിയതായി വന്നിരുന്നു. ജസ്റ്റിസ് നാഗരത്നത്തിന്റെ ഈ കഴിഞ്ഞ 2026 ജനുവരി 8-നാണ് വിധി വന്നത്. ആ വിധി പോലും കാറ്റിൽ പറത്തിയാണ് മജിസ്ട്രേറ്റ് ആ വിധിയൊന്നും പഠിക്കാതെ വെറും ഒരു വേഗമായിട്ട് രാഹുൽ മാങ്കൂട്ടത്തിന് ജാമ്യം നിശ്ചയിച്ചു. എന്നാൽ സെഷൻസ് കോടതി വളരെ വിശദമായി ആ ഒരു ജഡ്ജ്മെന്റ് എഴുതി. ശരിക്കും ഞെട്ടിക്കുന്ന ജഡ്ജ്മെന്റാണ് പത്തനംതിട്ട സെഷൻസ് കോടതി ജഡ്ജ് എഴുതിയിട്ടുള്ളത് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. വളരെ ഭംഗിയായിട്ട്, ഒന്ന് ഇല്ലീഗലായിട്ട് അറസ്റ്റാണ്, രണ്ടാമത് ഈ കേസേ നിലനിൽക്കില്ല, ഈ പെൺകുട്ടി തന്നെയാണ് ഉത്തരവാദി, പോലീസ് കുറ്റക്കാരാണ്, ഗവൺമെന്റ് കുറ്റക്കാരാണ്, ആദ്യത്തെ കേസിലും രണ്ടാമത്തെ കേസും വെച്ചുകൊണ്ട് മൂന്നാമത്തെ കേസിൽ ആളത്തെ പെടുത്താൻ പറ്റില്ല, ഹാബിച്വൽ ഒഫൻഡർ എന്ന് പറഞ്ഞുകൊണ്ട്, അതായത് സ്ഥിരം കുറ്റവാളി എന്ന ഒരു മുഖമുദ്ര എടുക്കാൻ പറ്റില്ല. അങ്ങനെ തുടങ്ങി കൃത്യമായിട്ടുള്ള നിരീക്ഷണമാണ് പത്തനംതിട്ട ജില്ലാ കോടതി വിധിയിൽ പറഞ്ഞിരിക്കുന്നത്. ഈ വിധി വന്നിട്ട് അദ്ദേഹത്തിന് ഒരു വൈകുന്നേരത്തോട്, രാവിലെ ഉച്ചയ്ക്ക് വിധി വന്നെങ്കിലും വൈകുന്നേരത്തോടെ നടപടിക്രമങ്ങളൊക്കെ പാലിച്ച് അദ്ദേഹം പുറത്തിറങ്ങിയപ്പോൾ എല്ലാ പത്രക്കാർ ദൃശ്യമാധ്യമങ്ങളും ഉണ്ടായിരുന്നു. അവർ വളഞ്ഞിട്ട് ചോദിച്ചു, എന്താണ് രാഹുലെ, നിയമസഭയിൽ പോകുന്നുണ്ടോ, ട്രാപ്പാണോ, എന്താണ് പറയാനുള്ളത് എന്നൊക്കെ ചോദിച്ചപ്പോൾ അദ്ദേഹം പുഞ്ചിരിയോടെ കൂടെ നേരിടുന്നത്, അതായത് തിരിച്ചടിക്കാൻ റെഡിയായിട്ടാണ് ഞാൻ വരുന്നത്, എന്നോട് ഏറ്റുമുട്ടിയാൽ അവരെ ഞാൻ തിരിച്ചടിക്കും, കൃത്യമായി തിരിച്ചടിക്കും നിയമപരമായി. അതായത് ഈ കേസിൽ ഉണ്ടാകാൻ പോകുന്നത് എന്താണെന്ന് അറിയുമ്പോൾ അദ്ദേഹം പുഞ്ചിരിയിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്, ഒന്ന്, പോലീസ് അറസ്റ്റ് ചെയ്ത പോലീസുകാർ കൊടുക്കും, രണ്ട്, അറസ്റ്റ് ചെയ്ത പെൺകുട്ടിക്കും അതേ പോലീസിനുമെതിരെ ഡിഫമേഷൻ കേസ് കൊടുക്കും, നഷ്ടപരിഹാര കേസ് കൊടുക്കും, ക്രിമിനൽ കേസ്, കള്ളപ്പരാതി കൊടുത്തതിന് 10 വർഷം ജയിൽ കിടക്കാവുന്ന ശിക്ഷയാണ് ആ യുവതിക്ക് കാത്തിരിക്കുന്നത്. ആ കാത്തിരിക്കുന്ന ശിക്ഷ വാങ്ങിക്കൊടുക്കും. അതായത് ഈ 3 കാര്യങ്ങൾ കൃത്യമായി അറിഞ്ഞുകൊണ്ട്, അതൊക്കെ നിങ്ങൾ നേരിട്ട് കണ്ടോ, നാളെ ഇത് ഞാൻ ചെയ്യാൻ പോണ കാര്യം കൃത്യമായി കണ്ടോ എന്നുള്ളതാണ് പറഞ്ഞത്. എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ 15ഓളം പരാതികൾ ഉണ്ടെന്നുള്ള വാർത്തയാണ് നമ്മൾ വരുന്നത്. പക്ഷെ ഇനി ഏതെങ്കിലും പെൺകുട്ടി പരാതിയുമായി പോയിട്ട് നാണം കെടാൻ തയ്യാറാവില്ല. കാരണം എല്ലാ കേസുകളിലും പെൺകുട്ടികൾ മുൻകൈ എടുത്ത് രാഹുൽ മാങ്കൂട്ടത്തിനെ ആരാധ്യ പുരുഷനായി കണ്ട് അദ്ദേഹമായ ഒരു കിടപ്പറ പങ്കിടാൻ ആഗ്രഹിച്ചെത്തിയവരാണ്. മുമ്പ് മോഹൻലാലിന് ഇങ്ങനെയുള്ള അനുഭവം, മോഹൻലാലിന് മുമ്പല്ല എപ്പോഴും 10,000 പേരുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടു എന്ന് കിടപ്പറ പങ്കിട്ടു എന്ന് അദ്ദേഹം പരസ്യമായി സംബന്ധിച്ചിട്ടുള്ളതാണ്. അങ്ങനെയുള്ള ഒരു സൂപ്പർ താരമാണ് ആര്, മോഹൻലാൽ. അതേപോലെ തന്നെ വളർന്നു വന്ന ആളാണ് രാഹുൽ മാങ്കൂട്ടം. അദ്ദേഹത്തിന്റെ ജീവിത സാഹചര്യങ്ങളായിരിക്കാം, എന്തായാലും നമുക്ക് അദ്ദേഹത്തിന് മാപ്പ് കൊടുക്കാം. അദ്ദേഹം ഇനി മേലിൽ ഇത്തരം തെറ്റുകൾ ചെയ്യാതിരിക്കട്ടെ, നല്ലൊരു കല്യാണം കഴിച്ച് അദ്ദേഹം നല്ല സുന്ദരമായ ഒരു ജീവിതം നയിക്കട്ടെ എന്ന് മാത്രമാണ് നമുക്ക് പറയാനുള്ളത്. അദ്ദേഹത്തിന് വലിയ ശോഭനീയ ഭാവിയുണ്ട്. കുറച്ചു കാലം അദ്ദേഹം വിട്ടു നിൽക്കുമെന്ന് തന്നെ ജ്യോത്സ്യം പറഞ്ഞു എന്നാണ് അമ്മ പലരോടും പറയുന്നത്. ഇത് സംഭവിക്കേണ്ടതാണ്, സംഭവിക്കാനുള്ളത് സംഭവിച്ചു, സംഭവാമി യുഗേ യുഗേ എന്നല്ലേ പറയുന്നത്. അതായത് സംഭവിക്കാനുള്ളതെല്ലാം സംഭവിക്കും. അതിനെപ്പറ്റി ദുഃഖിച്ചൊരു കാര്യമില്ല. കാരാഗ്രഹം അദ്ദേഹത്തിന്റെ ജ്യോത്സ്യത്തിൽ കാണുന്നുണ്ട്. ജീവിതത്തിൽ പ്രത്യേക ഘട്ടത്തിലെത്തുമ്പോൾ അതിനുശേഷമാണ് അദ്ദേഹത്തിന്റെ വളർച്ച ഉണ്ടാവുക. ഒരു കുറഞ്ഞ കാലം, ഒരു കുറഞ്ഞ പീരീഡ് അദ്ദേഹം എല്ലാത്തിൽ നിന്നും വിട്ടുനിൽക്കും. അതിനുശേഷം അദ്ദേഹം കുതിച്ചുയരും, രാഷ്ട്രീയത്തിൽ വീണ്ടും തിരിച്ചു വരും. അദ്ദേഹം കോൺഗ്രസിന്റെ തന്നെ പാതയിലൂടെ പോകും. ഇപ്പോൾ പോകുന്ന പാതയിലൂടെ തന്നെ പോയി നാളെ വലിയൊരു ആളായിത്തീരും. തെറ്റുകൾ തിരുത്താൻ സമയത്താണല്ലോ നമ്മൾ വലിയ മനുഷ്യരാണ്. പാപം ചെയ്യാത്തവർ കല്ലെറിയട്ടെ എന്നല്ലേ പറഞ്ഞത്. അങ്ങനെ പാപം ചെയ്യാത്ത ഏതെങ്കിലും മനുഷ്യർ അദ്ദേഹത്തെ പറ്റി മോശമായി പറയുന്ന ആളുകളിൽ ഉണ്ടോ? ഈ പറയുന്ന പലരും, വിളിച്ചു പറയുന്ന ആൾക്കാരെ പലരുടെയും മുഖംമൂടി പിച്ചി ചീന്താവുന്നതാണെന്നുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം. നന്ദി, നമസ്കാരം.